കന്യാസ്ത്രീകൾ ഇപ്പോൾ പുറത്തിറങ്ങിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നിന്ന് ചിത്രമെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കളുമായി റോജി എം ജോണിനെ നമുക്ക് കാണാം. റോജി എം ജോൺ കഴിഞ്ഞ കുറേ ദിവസമായി, 8 ദിവസമെങ്കിലുമായി അവിടെയുണ്ട്. UDF-ന്റെയും LDF-ന്റെയും MP-മാർ ഉൾപ്പെടുന്ന സംഘം അവിടെ സന്ദർശിച്ചിരുന്നു. ചിലർ പോയി വന്നു. റോജി എം ജോൺ അവിടെ നിൽക്കുകയായിരുന്നു. തിരുക്കുറമ്പിലെ സജീവ് ജോസഫ് കഴിഞ്ഞ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. വൃന്ദാക്കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തി. ജോസ് കെ മാണി എത്തി. അങ്ങനെ നേതാക്കളുടെ ഇടപെടൽ എല്ലാ തരത്തിലും ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്ന ഒരു കേസാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കേസ്. ഇപ്പോൾ ജയിൽ മോചനം സാധ്യമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ ഒരു തെറ്റും അതിൽ പറയാനില്ല. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ക്രെഡിറ്റ് ആർക്ക് എന്ന ഒരു മത്സരം എല്ലാവരുടെയും വാക്കുകളിലൊക്കെ അത് പ്രകടമാണ് എന്നും തോന്നുന്നു. ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. ഈ ക്രെഡിറ്റ് ആർക്കാണ് എന്ന കാര്യത്തിൽ അതിന്റെ തുടർച്ചയായുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഈ മണിക്കൂറിൽ വരികയാണ്. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് അല്പം മുമ്പ് ഉച്ചയോടുകൂടി നമ്മളാകെ കേട്ടത്. ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട്, മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ അവർക്ക് ജാമ്യം ലഭിച്ചുവെന്ന ആശ്വാസകരമായ വാർത്തയാണ്. കണ്ണൂർ ഉദയഗിരിയിലെ സിസ്റ്ററുടെ വീടും അങ്കമാലിയിലെ സിസ്റ്റർ വീടും ഒക്കെ കഴിഞ്ഞ 9 ദിവസമായി പ്രാർത്ഥനാഭരിതമായി ഉരുകി കഴിയുകയായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഫലം കാണുന്നു. നിയമപരമായ ഇടപെടലുകൾക്ക് ഫലം കാണുന്നു. സഭയുടെ സമ്മർദ്ദം അത് ഫലിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ സമ്മർദ്ദം അത് ഫലിക്കുന്നു. അതിന്റെ ഭാഗമായി NIA കോടതിയിൽ നിന്ന് ഛത്തീസ്ഗഡ് സർക്കാർ അതിശക്തമായ നിലപാട് ആവർത്തിക്കാത്തതുകൊണ്ട് തന്നെ സിസ്റ്റർമാർക്ക് ജാമ്യം ലഭിക്കുന്നു. അതിന് തുടർച്ചയായി ഇപ്പോൾ അല്പം മുമ്പാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയത്. ദുർഗ് ജയിലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിൽ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ തുടർച്ചയായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അവിടെ നിന്നുള്ള MP-മാരുടെയും MLA-മാരുടെയും ഒപ്പമുള്ള മറ്റ് നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രെഡിറ്റിന് വേണ്ടിയുള്ള ഒരു മത്സരവും അവിടെ നടക്കുന്നു എന്ന് അവരുടെ വാക്കുകൾ പറയാതെ പറയുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും തോന്നാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അകാരണമായാണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഛത്തീസ്ഗഡ് പോലീസിന്റെ നിലപാട് ശരിയല്ല എന്നത് നേരത്തെ സംസ്ഥാന BJP സ്വീകരിച്ചൊരു നിലപാട് കൂടിയായിരുന്നു. ന്യൂനപക്ഷ വേട്ടയുടെ തുടർച്ചയാണ് സിസ്റ്റർമാരുടെ അറസ്റ്റ് എന്നത് UDF-ഉം LDF-ഉം സ്വീകരിച്ച നിലപാടായിരുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിലും ഡൽഹിയിലുമൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അതിന്റെ തുടർച്ചയായ സമ്മർദ്ദങ്ങൾ വിജയിക്കുന്നു എന്നാണ് നമ്മൾ ഈ മിനിറ്റിൽ മനസ്സിലാക്കേണ്ടത്. ജയിൽ മോചിതരായ കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗ് ജയിലിന് മുന്നിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ UDF നേതാക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ CPM-ന്റെ കക്ഷി നേതാവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നാണംകെട്ട രാഷ്ട്രീയമാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കളിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. നേരത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെയും അനൂപ് ആന്റണിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. സാധ്യമായ തരത്തിലെല്ലാം ഇടപെടുന്നു എന്നായിരുന്നു BJP നേതാക്കളുടെ അവകാശവാദം. അതേസമയം അറസ്റ്റ് അറിഞ്ഞപ്പോൾ മുതൽ ഒപ്പമുണ്ട്, ഇപ്പോഴും ഒപ്പമുണ്ട് എന്നാണ് UDF നേതാക്കളുടെ നിലപാട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട കക്ഷികളും ഈ വിഷയത്തിലെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ സഭയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കന്യാസ്ത്രീകൾ മോചിതരായി എന്ന വാർത്ത. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, കന്യാസ്ത്രീകളെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയാണ്? കേസിന്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശങ്കയുണ്ട് എന്നാണ് അല്പം ആൻഡ്രൂസ് താഴത്തും മാർക്ക് ലിമ്മിസും ഒക്കെ അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്ന താൽക്കാലികമാണ്. ഇനി കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയാകും? രതീഷ് തന്നെ പറഞ്ഞ പോലെ വളരെ സന്തോഷമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കന്യാസ്ത്രീകൾ, അവരുടെ സഹോദരങ്ങൾ, ഒപ്പം ജനപ്രതിനിധികളെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കന്യാസ്ത്രീകൾക്ക്. അവരുടെ സഞ്ചാരം, അതായത് രാജ്യത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ച് ആളുകളെ സേവിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ബാധിക്കും. മാത്രമല്ല, ഒരു കേസ് ഉണ്ടാകുമ്പോൾ തുടർച്ചയായി പോലീസ് സ്റ്റേഷൻ, കോടതി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് പ്രയാസം തന്നെയാണ്. ഈ കാരണം പരിഗണിച്ചുകൊണ്ട് ഈ കേസ് റദ്ദു ചെയ്യണമെന്ന ആവശ്യമാണ് സഭയും മറ്റാളുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും
വരും ദിവസങ്ങളിൽ ഈ കേസ് റദ്ദു ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാവണം എന്ന ആവശ്യം ശക്തമായിട്ട് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനോട് ഛത്തീസ്ഗഡ് സർക്കാരും BJPയും എങ്ങനെ പ്രതികരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇവിടെയുള്ള ഇടത് എംപിമാരും കോൺഗ്രസിന്റെ എംപിമാരും മറ്റ് UDF നേതാക്കളുമെല്ലാം ഈ കേസ് റദ്ദാക്കണം, അപ്പോൾ മാത്രമേ ഈ പോരാട്ടം സമ്പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഈ കേസിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം ഇവർ ജയിൽ മോചിതരായല്ലോ എന്ന വലിയ ആശ്വാസം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് സാധ്യമായിരിക്കുന്നു. ഇപ്പോൾ കേസിന്റെ കാര്യം നോക്കി നടത്തുന്നതിന് വേണ്ടിയുള്ള സജീവമായ ശ്രമങ്ങൾ സഭയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട അഭിഭാഷകർ അതിന് കൂടെ ഉണ്ടാകും, ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ ദൃശ്യങ്ങൾ ഇതാ നമ്മൾ ദുർഗിലെ കോൺവെന്റിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.